നഴ്സുമാരുടെ ഏറ്റവും വലിയ സംഘടനയായ നഴ്സസ് അസോസിയേഷൻ കണ്ണൂർ ജില്ലയിലെ ധനലക്ഷ്മി, കൊയിലി, ആശീർവാദ്, സ്പെഷ്യാലിറ്റി, കിംസ്, ഫാത്തിമ അടക്കമുള്ള ഹോസ്പിറ്റലുകളിൽ മുമ്പിൽ കഴിഞ്ഞ 15 ദിവസക്കാലം വലിയൊരു സമരത്തിലാണ്. തീർത്തും ന്യായപരമായ ഈ സമരത്തെ കണ്ടില്ലെന്ന് നടിക്കുന്ന പ്രവർത്തനമാണ് ഈ പറയുന്ന ഹോസ്പിറ്റലിലെ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. തീർത്തും ന്യായം എന്ന് പറയാൻ കാരണം 2018 ശേഷം മിനിമം വേജസ്, അതായത് ഗവൺമെന്റ് ഓൾറെഡി മിനിമം വേജസിനെ കുറിച്ച് നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. പക്ഷേ ആ മിനിമം വേജസ് പോലും നൽകാൻ ഇവിടുത്തെ മാനേജ്മെന്റ് തയ്യാറല്ല എന്നുള്ളതാണ് ഈ സമരത്തോട് അവർ കാണിക്കുന്ന ഏറ്റവും വലിയ അനീതി. നമുക്കറിയാം, ജീവിത ചെലവിലെ അനിയന്ത്രിതമായ വർധനവ്, അതോടൊപ്പം മറ്റെല്ലാ മേഖലയിലും ന്യായപരമായി നീതിയുക്തമായി ശമ്പള കാര്യത്തിലാവട്ടെ മറ്റു കാര്യങ്ങളിലാവട്ടെ വർധനവുണ്ടായിരിക്കുമ്പോൾ ഈ മേഖലയിലുള്ള മാനേജ്മെന്റ് രജിസ്റ്റേർഡ് നഴ്സുമാർക്ക് അർഹതപ്പെട്ട മിനിമം വേജസ് എന്ന അവരുടെ ആവശ്യത്തിന് പുറത്ത് മുഖം തിരിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ 15 ദിവസക്കാലമായി കണ്ണൂരിൽ ഈ പറയുന്ന ഹോസ്പിറ്റലുകൾക്ക് മുമ്പിൽ വളരെ ശക്തമായ രീതിയിലുള്ള സമരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സമരത്തിന്റെ 2ാം ഘട്ടം എന്ന നിലയിൽ ജൂൺ 2 വൈകുന്നേരം 4 മണിക്ക് എല്ലാ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ സംഘടനകളും ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളൊരു ഐക്യദാർഢ്യ സദസ്സും അതുപോലെ തന്നെ ഒരു പ്രതിഷേധ ജാഥയും നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാൾടെക്സ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന പ്രതിഷേധ ജാഥയിൽ 100 കണക്കിന് വരുന്ന നഴ്സുമാരും അവരുടെ കുടുംബാംഗങ്ങളും ഈ പ്രതിഷേധത്തിൽ പങ്കുചേരും. ഈ പ്രതിഷേധത്തിന്റെ ഇതിനുമായി പിന്തുണ എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ ഭേദമന്യേ, കാരണം തീർത്തും ന്യായമാണ്. അടുത്ത കാലത്ത് മറ്റെല്ലാ മേഖലയിലും വർധന വന്നപ്പോൾ ഈ മേഖലയെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന മാനേജ്മെന്റിന്റെ എതിരെയുള്ള ശക്തമായ മുന്നറിയിപ്പ് എന്ന നിലയിലാണ് ഈ സമരം. ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഞങ്ങളോട് സഹകരിക്കണം. കാരണം മുഖ്യധാര മാധ്യമങ്ങളെ ആരും കുറ്റപ്പെടുത്തുകയല്ല, പക്ഷെ നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ്. മറ്റു കാര്യങ്ങൾക്കൊന്നുമല്ല. നമ്മുടെ സമൂഹത്തിന്റെ അവിഭാജ്യ ഘടകമാണ് നഴ്സുമാരും അതുപോലെ തന്നെ ആശുപത്രിയൊക്കെ. അവരുടെ ഈ സമരം നമുക്കറിയാം, അവരൊക്കെ പരിണിതപ്രജ്ഞരായ ഒരുപാട് ഇതുപോലുള്ള സേവന തൽപരമായ കാര്യങ്ങളിൽ ഇടപെടുന്നവരാണ്, സമൂഹത്തോട് കടപ്പാടുള്ളവരാണ്. പലപ്പോഴും അവർക്ക് കിട്ടുന്ന വേതനത്തെക്കാൾ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ മേഖലയിൽ സേവനം ചെയ്യുന്നവരാണ്. അവരുടെ സമരവുമായി നിങ്ങൾ എല്ലാവരും സഹകരിക്കണം. ഇത് കൂടുതൽ ഇതിന്റെ കാര്യങ്ങൾ നമുക്കറിയാം, എന്താണ് ഇതിന്റെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള അവരെ ബാധിച്ച പ്രശ്നം എന്നതിനെ കുറിച്ച് നമ്മുടെ ഇന്ത്യൻ നഴ്സസ് അസോസിയേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഷിഹാബ് ഇവിടെ വിവരിക്കും. അന്ന് ഞങ്ങളടുത്ത് ഇങ്ങനൊരു നിലപാടാണ് മാനേജ്മെന്റ് എടുത്തത് എന്നുള്ളത് സർക്കാരിനെ ബോധ്യപ്പെടുത്തുകയും സർക്കാരിന് ഇതിന് തീരുമാനമെടുത്തില്ലെങ്കിൽ ഞങ്ങൾ സമരമായിട്ട് മുന്നോട്ട് പോകുമെന്ന് കണ്ടപ്പോൾ സർക്കാർ മിനിമം വേജസ് കമ്മിറ്റി രൂപീകരിക്കുകയും 6 മാസം കൊണ്ട് തീർക്കേണ്ട പ്രൊസീജിയർ 2 വർഷം കൊണ്ട് പല കാരണങ്ങൾ കൊണ്ട് മാനേജ്മെന്റിന്റെ പല പ്രതിഷേധങ്ങളെ കൊണ്ട് നീണ്ടു പോയി 2025 ഡിസംബർ 27 അവസാന ഘട്ടം അന്നത്തെ തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ മധ്യസ്ഥതയിൽ ഡിസംബർ 27 ശമ്പള വർധന പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപിച്ചതിന്റെ സർക്കാരിന്റെ പ്രൊസീജിയർ മാത്രം പെൻഡിങ് ആയിട്ടാണ് മാർച്ച് മാസം 6-ാം തീയതി ആ ശമ്പള വർധനവ് സർക്കാർ പ്രഖ്യാപിച്ചു.
എന്നാൽ ഇപ്പോഴത്തെ മാനേജ്മെന്റിന്റെ നിലപാട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് കരട് വിജ്ഞാപനം മാത്രമാണ്, അതിൽ ഞങ്ങൾ നൽകാൻ തയ്യാറല്ല എന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. 6 മാസം കൂടേണ്ട പ്രൊസീജിയർ 2 വർഷത്തോളം അവർക്ക് നീട്ടിക്കൊണ്ടുപോയി. ഈ കാലയളവിൽ പല ആശുപത്രികളിലും ജോലി ചെയ്ത നഴ്സുമാര് വിദേശ ജോലിയും മറ്റുള്ളതും കിട്ടി ഇവര് പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടായി. ഇവർക്കൊന്നും ഇതിൽ പറയുന്ന, അതായത് ഈ 2026 മാർച്ച് 6 പ്രഖ്യാപിച്ച മിനിമം വയസ്സിന്റെ അരിയർ ഈ മാനേജ്മെന്റിന് കൊടുക്കേണ്ടി വരില്ല എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോഴും ഈ മിനിമം വയസ്സിനെ അവർ തടഞ്ഞു നിർത്തുന്നത്. നിലവിൽ 44 മാസ ശമ്പള കുടിശ്ശിക ഉൾപ്പെടെ ഈ ജീവനക്കാർക്ക് കൊടുക്കാനാണ് മിനിമം വയസ്സിൽ പ്രഖ്യാപിച്ചത്. കാരണം പഴയ മിനിമം വയസ്സിന്റെ കാലാവധി എന്ന് കഴിഞ്ഞോ അന്ന് മുതലുള്ള ഒരു ശമ്പള വർധനമാണ് ഇപ്പൊ പ്രഖ്യാപിച്ചത്. ഈ ശമ്പള വർധനം എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും മിനിമം വയസ്സിൽ ഒരുപാട് വർധന വന്നെന്നുള്ളത്. പക്ഷെ ഞങ്ങൾ കണക്ക് കൂട്ടിയപ്പോൾ ഇപ്പോഴത്തെ മിനിമം വയസ്സിൽ നിന്ന് 100 ബെഡിൽ മുകളിലുള്ള ആശുപത്രികളിൽ 4000 രൂപയും 100 ബെഡിൽ താഴെയുള്ള ആശുപത്രികളിൽ 3300 രൂപയുടെ വർധനവ് മാത്രമേ വന്നിട്ടുള്ളൂ. ഒരു പുതിയ സ്റ്റാഫിനുള്ള വർധനവാണ് അതിൽ വന്നത്. അത് കൊടുക്കാൻ അവർ നൽകില്ല എന്ന് പറയുന്നത് ഇപ്പൊ പൊതുജനങ്ങളെയും രോഗികളെയും കൂട്ടുപിടിച്ചുകൊണ്ട് പറയുന്നത് നഴ്സുമാർ ശമ്പളം കൂട്ടിക്കഴിഞ്ഞാൽ ആശുപത്രി ചെലവ് കൂടുമെന്നുള്ളൂ. 2018 ആശുപത്രി ചെലവാണോ ഇപ്പൊ നിങ്ങളിൽ നിന്ന് മേടിക്കുന്നത് നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും 2018 ചികിത്സയിലേക്കാൾ ഒരുപാട് ഇരട്ടി ചികിത്സാ ഫീസും മറ്റുള്ള ചെലവുകൾ അവർ കൂട്ടിയിട്ടും ഈ പറയുന്ന ജീവനക്കാർക്ക് ഒരു വർധനവിന് മാനേജ്മെന്റ് തയ്യാറായിട്ടില്ല. ഈ 3000 രൂപ ഒരു മാസം കൂട്ടിക്കഴിഞ്ഞ ഒരു ദിവസം എത്ര കൂടുന്ന 100 രൂപയുടെ വർധനവേ നൽകുന്നുള്ളൂ. അതാണ് അവർ കൊടുക്കാൻ പറ്റില്ല എന്നുള്ള വാശി പിടിക്കുന്നത്. ഇതിൽ ഞങ്ങള് യൂണിയന് വേണ്ടി സമരം ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഫ്ലെക്സ് വെക്കുന്നുണ്ട്. ഞങ്ങൾക്ക് മാനേജ്മെന്റിനോടും പൊതുജനങ്ങളോടും പറയാനുള്ളത്, ഈ സമരത്തിന് മുമ്പ് ഞങ്ങൾ സമരം ആരംഭിക്കുന്നതിന് മുമ്പ് 6 തവണ ചർച്ച ജില്ലാ ലേബർ ഓഫീസറും RJLC മുമ്പാകെയായിട്ട് നടന്നു 6 ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഞങ്ങൾ അവിടെ വന്നിട്ട് നഴ്സുമാർക്ക് 1 ലക്ഷം രൂപ ശമ്പളമാക്കണം, അല്ലെങ്കിൽ ആശുപത്രി ഇപ്പൊ നിങ്ങൾക്കറിയാം കേരളത്തിലെ ആശുപത്രികളെല്ലാം വിദേശ കുത്തകൾ വന്ന് ഇൻവെസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു വിഹിതം നഴ്സുമാർക്കോ അല്ലെങ്കിൽ ജീവനക്കാർക്ക് വേണമെന്നൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. സർക്കാർ പ്രഖ്യാപിച്ച മിനിമം വയസ്സ് നടപ്പിലാക്കണം എന്നുള്ള ഡിമാൻഡ് ഞങ്ങൾ ആദ്യമായിട്ട് ഉന്നയിച്ചിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്കറിയാം ഇപ്പൊ ധനലക്ഷ്മി ആശുപത്രി ആണെങ്കിലും അവരൊക്കെ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് നഴ്സുമാർ വരുമ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഞങ്ങൾ തരാം, ഒന്നുകിൽ നിങ്ങൾ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന ശമ്പളത്തിന് വർക്ക് ചെയ്യണം. അപ്പോൾ ഏതെങ്കിലും ഒരു എക്സാം എഴുതി വിദേശത്തേക്ക് പോകാൻ വേണ്ടി കാത്തിരിക്കുന്ന നഴ്സുമാർ എന്ത് ചെയ്യണം? ഒരു ജോലി കിട്ടുന്നുണ്ടെങ്കിൽ ഇവർ പറയുന്ന കരാറിൽ ഒപ്പിടണം. അങ്ങനെ 14,000 രൂപക്കും 20,000 രൂപക്കും മിനിമം വയസ്സിൽ താഴെ പല ആളുകളും ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് നിയമപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1970 കോൺട്രാക്ട് ലേബർ അബോളിഷ്മെന്റ് ആക്ടിന് വിപരീതമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. 1977 പറഞ്ഞിട്ടുണ്ട്, സ്ഥിര സ്വഭാവമുള്ള ജോലിയിൽ യാതൊരു കാരണവശാലും കോൺട്രാക്ട് വ്യവസ്ഥയിലെ ജോലിക്ക് ആൾ വെക്കരുത്. ഒരു ആശുപത്രി തുടങ്ങുമ്പോൾ ആശുപത്രിയിൽ ഡോക്ടർ നിർബന്ധമാണ്, ഫാർമസിസ്റ്റ് നിർബന്ധമാണ്, നഴ്സ് നിർബന്ധമാണ്, സ്വീപ്പർ നിർബന്ധമാണ്, ഈവൻ വാർഡ് ബോയ്സ് നിർബന്ധമാണ്, റിസപ്ഷനിസ്റ്റ് ഒക്കെ നിർബന്ധമാണ്. ഇവരെ ഒന്നും കോൺട്രാക്ട് വ്യവസ്ഥയിൽ നിയമിക്കരുതെന്നാണ് നമ്മളുടെ തൊഴിൽ നിയമ ചട്ടം അനുസരിച്ച് എന്ത് പറഞ്ഞേക്കുന്നത്. കോൺട്രാക്ട് വ്യവസ്ഥയിൽ ഇങ്ങനെയുള്ള ആളുകളെ നിയമിക്കരുത്. പക്ഷെ നിങ്ങൾ ആശുപത്രി നോക്കിയോ, എല്ലാ മേഖലയിലും കോൺട്രാക്ട് വ്യവസ്ഥയാണ്. ഈ ജീവനക്കാർ എന്ന് പണിയെടുക്കുന്ന അന്ന് മാത്രം ശമ്പളം കിട്ടും. നാളെ ഇവരൊരു പ്രായം കഴിഞ്ഞ് റിട്ടയർമെന്റിനോ ആയിക്കഴിഞ്ഞാൽ ഇവർക്കൊരു, നമ്മൾ ഇനിയിപ്പോ സർക്കാർ ഇപ്പൊ പ്രഖ്യാപിക്കുന്ന സാമൂഹ്യ പെൻഷൻ സ്വീകരിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയിലോട്ടാണ് ജനങ്ങൾ, അതായത് തൊഴിലാളികളുടെ അവകാശങ്ങൾ ഇതേതുകൊണ്ട് ആ രീതിയിലോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവർ നഴ്സുമാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇത്തവണ BSc നഴ്സും പഠിച്ചിറങ്ങണമെന്നുണ്ടെങ്കിൽ മിനിമം 10 ലക്ഷം രൂപയാണ് ഒരു വിദ്യാർത്ഥി പഠിച്ചിറങ്ങി വരുമ്പോൾ തന്നെ വരുന്ന ചെലവ്. ഏകദേശം 1 ലക്ഷം രൂപ പ്രതിവർഷം ഫീസ് വരുന്നുണ്ട്. അതുകൂടാണ്ട് ഹോസ്റ്റൽ ഫീസ് ഒരു മാസം 5000 രൂപ മേടിക്കുന്നുണ്ട്. അപ്പൊ തന്നെ 1,60,000 4 വർഷത്തെ കോഴ്സ്, യൂണിഫോം, ബുക്സ്, എക്സാം ഫീം ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ 10 ലക്ഷം രൂപ വിദ്യാഭ്യാസ വായ്പ എടുത്ത് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥിയുടെ മേലില് 21,000 രൂപയിൽ കുറയാത്ത EMI ആയിട്ടാണ് പഠിച്ചിറങ്ങുക വരുന്നത്. ഈ കാശ് കൊടുക്കാനുള്ള, ഇതിന്റെ പകുതി പൈസയിലും അവർക്ക് അടക്കാനുള്ള ശമ്പളമെങ്കിലും കൊടുക്കണ്ടേ? അപ്പൊ ഞങ്ങൾ പല ബാങ്കിലും സംസാരിച്ച ബാങ്ക് മാനേജർമാർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് 25,000 രൂപയാണ് മിനിമം ശമ്പളം വേണ്ട, അതിൽ നിന്നും എത്ര രൂപ നിങ്ങൾക്ക് ശമ്പളം ഉണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഞങ്ങൾ ലോൺ തരാൻ പറ്റുള്ളൂ എന്നാ പറയുന്നത്. ആ സാഹചര്യത്തിലാണ് നമ്മൾ ലോൺ അടക്കാനുള്ള പൈസ പോലും
ശമ്പളമായിട്ട് നൽകില്ല എന്നുള്ള പിടിവാശി നിൽക്കുന്ന ഈ മാനേജ്മെന്റിന് മുമ്പിൽ നിൽക്കുന്നത്. പിന്നൊരു പ്രധാന വിഷയം വന്നേക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഫീസിന്റെ കാര്യം. ഇപ്പൊ നഴ്സിംഗ് വിദ്യാർത്ഥികളെ ഫീസിന്റെ കാര്യങ്ങൾ നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നഴ്സുമാർ വിദേശത്ത് പോകുന്ന സാഹചര്യം കണക്കൂട്ടി ഈവൻ ജനറൽ നഴ്സിംഗിന് 27,000 രൂപ വാർഷിക ഫീസ് ഉണ്ടായോടത്ത് ഇന്നിപ്പോ 77,000 രൂപയാണ്. രണ്ടിരട്ടി ഫീസ് അവർ വർദ്ധിപ്പിച്ചു. അവർ ശമ്പളം നോക്കുമ്പോൾ മിനിമം വേസിന്ന് ഇപ്പൊ കൂട്ടിയേക്കുന്നത് 3,000 രൂപയെ താഴെയാണ്. അപ്പൊ ഇതൊന്നും നീതീകരിക്കാൻ മാനേജ്മെന്റിന് ആവശ്യമുള്ള സംവിധാനങ്ങളെല്ലാം അവർ പൈസ കൂട്ടിയിട്ടുണ്ട്. പണിയെടുക്കുന്ന ആളുകൾക്ക് ശമ്പളം കൊടുക്കാനുള്ള സമയത്ത് മാത്രമേ മാനേജ്മെന്റിന് രോഗികളുടെയും അതുപോലെ തന്നെ ജനങ്ങളുടെയും ചികിത്സാ ചിലവ് കൂടുമെന്നുള്ളൊരു തെറ്റായൊരു വ്യാഖ്യാനം പൊതുസമൂഹത്തിലേക്ക് അവരെത്തിക്കുന്നത്. പിന്നെ നമുക്കറിയാം ESIയുടെ പരിധി, ESIയിൽ നിന്ന് പല നഴ്സുമാർക്കും ESI പരിധിയിൽ നിന്ന് ഔട്ടാണ്. നമുക്കറിയാം ആശുപത്രി എന്ന് പറയുന്നത് മറ്റുള്ള ടെക്സ്റ്റൈൽ ഷോപ്പ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ഷോപ്പ് ആക്ടിന്റെ അണ്ടറിൽ വരുന്ന സ്ഥാപനമാണെങ്കിൽ പോലും അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ല. നമുക്കറിയാം നിപ്പ വന്നിട്ട് മരണപ്പെട്ട നഴ്സ് അടക്കം നമ്മളെ നാട്ടിൽ ഇപ്പോഴും നിപ്പയുടെ ചികിത്സിച്ചതിന്റെ പേരിൽ ജീവജവമായിട്ട് നിൽക്കുന്ന ഒരു നഴ്സ് ഇന്നും നമ്മളെ നാട്ടിലുണ്ട്. ഈ ESI പരിധിയിൽ നിന്ന് നമ്മൾ ഔട്ടായി നിൽക്കുന്നതിന്റെ പേരിൽ, മതിയായ മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ലാത്തതിന്റെ പേരിൽ ഒരു ചികിത്സക്ക് വേണ്ടി ഒരു നഴ്സ് പോകുന്നുണ്ടെങ്കിൽ അവർ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുക്കണം. നിങ്ങൾക്കറിയാം ഒരു ആശുപത്രിയിൽ നിന്ന് ഒരു ചികിത്സക്ക് വേണ്ടി പോയി കഴിഞ്ഞാൽ 1-2 മണിക്കൂറിന്റെ ചികിത്സക്ക് 10,000 ബില്ലിടുന്ന ആശുപത്രികൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ ഈ രോഗികളായിട്ട് ഇടപെട്ട് ഇത്തരം രോഗാണുക്കളെയും ഇത്തരം ക്രിട്ടിക്കലായിട്ടുള്ള മേഖലയിൽ ജോലി ചെയ്ത് ഇവർ വീട്ടിൽ ചെന്ന് ഈ കൊണ്ടുപോകുന്ന ഈ രോഗാണുക്കളും ഇതൊക്കെ ഇവരെ ഫാമിലി അടക്കം എഫക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇവർക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഇവരാരെ സംരക്ഷിക്കും? ജോലി ചെയ്യിപ്പിച്ച സ്ഥാപനം ഇവരെ സംരക്ഷിക്കില്ല എന്നുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കാരണം എന്തെങ്കിലും ഒരു ആനുകൂല്യം ചോദിക്കുന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും പെർമനന്റ് സ്റ്റാഫ് ആയിരിക്കണം. പെർമനന്റ് സ്റ്റാഫ് ആണെങ്കിൽ ചിലപ്പോൾ ആശുപത്രിയിൽ നിന്ന് എന്തെങ്കിലും പിരിവിട്ട് സഹായിക്കുക എന്നല്ലാതെ ആ ചികിത്സ പൂർണ്ണമായിട്ട് ഫ്രീ ആയി കൊടുക്കാനുള്ള സംവിധാനമില്ല. നമുക്കറിയാം ഒരു ചായക്കടയിൽ പണിയെടുക്കുന്ന ആൾക്ക് ആ ചായക്കടയിലെ ചായയെങ്കിലും ഫ്രീ ആയിട്ട് കൊടുക്കും. ഇന്നിവിടെ OP ടിക്കറ്റിന് ഉൾപ്പെടെ ഇവിടുത്തെ ജീവനക്കാർ പൈസ കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് മാനേജ്മെന്റ് ജീവനക്കാരോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തം സ്ഥാപനത്തിൽ പോലും ചികിത്സ സൗകര്യം സൗജന്യമാക്കാത്തൊരു സാഹചര്യമാണ് നഴ്സുമാർക്കുള്ളത്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു ധനലക്ഷ്മിയിലെയും അതല്ലെങ്കിൽ ഈ 6 ആശുപത്രിയിലെ മാത്രം വിഷയമല്ല, ഈ കേരളത്തിലെ നഴ്സിംഗ് സമൂഹം മൊത്തം അനുഭവിക്കുന്ന ഒരു പ്രധാന വിഷയമാണ്. പിന്നെ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നതിൽ 95% വനിതകളായതുകൊണ്ട് ഈ വനിതകളെ എങ്ങനെയെങ്കിലും പറഞ്ഞു പറ്റിച്ച് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി ജോലിയിൽ നിന്ന് പിരിച്ചുവിടും എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിച്ച് നിർത്താനുള്ള ശ്രമമാണ് മാനേജ്മെന്റ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടുത്തൊരു വിഷയം കൂടി ഉണ്ട്. DMOക്ക് ഞങ്ങളൊരു പരാതി കൊടുത്തിരുന്നു. ഇന്നിപ്പോ സമരം നടക്കുന്ന ആശുപത്രികളെല്ലാം സ്മൂത്തായിട്ട് നടക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അതായത് അവിടെ ജോലി ചെയ്യുന്നതിൽ പരിപാടിയിൽ എല്ലാ വിഭാഗം ആളുകളെയും, എല്ലാ രാഷ്ട്രീയ സാമൂഹ്യ ഭേദമന്യേ എല്ലാവരെയും ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. ബഹുമാനനായ ഡോക്ടർ ശിവദാസൻ MP, ബഹുമാനനായ അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ MP, ബഹുമാനനായ കണ്ണൂർ MLA TO മോഹനൻ, ശ്രീ KV സുമേഷ് MLA, ബഹുമാനനായ മേയർ അഡ്വക്കേറ്റ് ഇന്ദിര, ഡെപ്യൂട്ടി മേയർ താഹിർ, DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്, CPI ജില്ലാ സെക്രട്ടറി CP സന്തോഷ് കുമാർ, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കരീം ചേലേരി അടക്കമുള്ള മുൻ മേയർ, മുസ്ലിം മഠത്തിലടക്കമുള്ള ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം അന്ന് നടക്കുന്ന പരിപാടി, നമ്മുടെ ഈ പ്രതിഷേധ ജാഥ, അതിനകത്ത് ഈ പറഞ്ഞ നഴ്സുമാരുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും പങ്കെടുക്കുന്നതാണ്. ഈ